1 കോടി മുടക്കി പഠിക്കുന്ന MBBS ഇന്നും ഒരു സുരക്ഷിത നിക്ഷേപമാണോ? കേരളത്തിൽ വെറും MBBS കഴിഞ്ഞ ഒരാൾക്ക് ലഭിക്കുന്ന ശമ്പളം 20 മുതൽ 40,000 രൂപ വരെ മാത്രമായിരിക്കുമ്പോൾ ഈ തീരുമാനത്തിന്റെ പിന്നിൽ യുക്തിയുണ്ടോ? ഇതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരോഗ്യരംഗത്തെ പുനർരൂപപ്പെടുത്തുകയാണ്. ചൈനയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നു. റേഡിയോളജിയിൽ മനുഷ്യരെക്കാൾ കൃത്യമായി രോഗനിർണയം നടത്തുന്ന സിസ്റ്റങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: MBBS ഒരു പ്രസ്റ്റീജ് ഡിസിഷനാണോ അതോ സാമ്പത്തികമായി സുസ്ഥിരമായ കരിയറോ? ഇന്നത്തെ ഈ വീഡിയോ ഒരു കരിയർ ചർച്ച മാത്രമല്ല, ഇത് ഒരു വലിയ സാമ്പത്തിക തീരുമാനത്തെക്കുറിച്ചുള്ള വിശകലനമാണ്. ഒരു കുടുംബം അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യം അല്ലെങ്കിൽ ബാങ്ക് വായ്പയായി എടുത്ത കോടികൾ ഒരു ബിരുദത്തിനായി നിക്ഷേപിക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ പിന്നിൽ ഡാറ്റ ഉണ്ടോ, യുക്തിയുണ്ടോ, അല്ലെങ്കിൽ വെറും സാമൂഹിക സമ്മർദ്ദമോ? ഈ വീഡിയോയിൽ സാമൂഹിക മനോഭാവം മുതൽ സാമ്പത്തിക ROI വരെ, നീറ്റ് റിപ്പീറ്റ് ലൂപ്പിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹോസ്പിറ്റലുകൾ വരെ എല്ലാം ആഴത്തിൽ പരിശോധിക്കുന്നു. കേരളത്തിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ പോലുള്ള ജില്ലകളിൽ MBBS ഒരു ഡിഗ്രിയല്ല, അത് ഒരു സാമൂഹിക പദവിയാണ്. ഡോക്ടർമാർ ഏറ്റവും മുകളിലും എഞ്ചിനീയർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും താഴെയും എന്ന രീതിയിൽ ഒരു സാമൂഹിക തരംതിരിവ് ഇവിടെ നിലനിൽക്കുന്നു. ഈ ചിന്താഗതി മ്യൂസിക്, ഡിസൈൻ, കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ മേഖലകളിലെ അപാരമായ സർഗ്ഗശേഷികളെ അവഗണിക്കുകയും ഡെത്ത് ഓഫ് പൊട്ടൻഷ്യൽ എന്ന അവസ്ഥയിലേക്ക് കുട്ടികളെ തള്ളിവിടുകയും ചെയ്യുന്നു. വൈദ്യശാസ്ത്രത്തെ ഒരു നോബിൾ പ്രൊഫഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പലപ്പോഴും സാമ്പത്തികമായ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൈക്കോളജിക്കൽ ഷീൽഡ് ആയാണ്. സേവനത്തിന്റെ പേര് പറഞ്ഞ് ROI കണക്കാക്കുന്നതിനെ തടയുന്നത് വഴി മാതാപിതാക്കളെ യുക്തിരഹിതമായ നിക്ഷേപങ്ങളിലേക്ക് ആകർഷിക്കാൻ ഈ വ്യവസ്ഥിതിക്ക് സാധിക്കുന്നു. മകൻ ഡോക്ടറാണ് എന്ന വാചകം ഒരു കുടുംബത്തിന്റെ സാമൂഹിക സ്ഥാനത്തെ ഉയർത്തുന്നു എന്നൊരു മനോഭാവം രൂപപ്പെട്ടിരിക്കുന്നു. ഇവിടെ കരിയർ തിരഞ്ഞെടുപ്പ് പലപ്പോഴും കുട്ടിയുടെ താൽപര്യത്തെ അടിസ്ഥാനമാക്കിയല്ല, അത് ഒരു കുടുംബത്തിന്റെ പ്രസ്റ്റീജ് നിക്ഷേപമാണ്. 1 കോടി രൂപ ചെലവഴിക്കുന്നത് പലപ്പോഴും കുട്ടിയുടെ പാഷൻ എന്നതിലുപരി സോഷ്യൽ വെയ്റ്റ് വാങ്ങുന്നതിനായാണ്. നിങ്ങൾ സ്വതന്ത്രമായി തീരുമാനിക്കുന്നു എന്ന് കരുതുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഒരു വലിയ സിസ്റ്റത്തിന്റെ ഫലമാണ്. ഇന്ത്യയിലെ കോച്ചിംഗ് ഇൻഡസ്ട്രി 2030 1.5 ലക്ഷം കോടി രൂപയുടെ വിപണിയായി വളരുമെന്ന് കണക്കാക്കുന്നു. നീറ്റ് പരീക്ഷ അസാധ്യമാണ്, കോച്ചിംഗ് ഇല്ലാതെ വിജയിക്കാൻ കഴിയില്ല എന്ന സന്ദേശം കുട്ടികളിൽ ഭയം സൃഷ്ടിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ ബിരുദധാരികളിൽ വലിയ ശതമാനം ആളുകൾ എംപ്ലോയബിൾ അല്ലെന്ന് നാസ്കോം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനു പുറമെ ഏജന്റുമാരും കൺസൾട്ടന്റുകളും 20 മുതൽ 30% വരെ കമ്മീഷൻ വാങ്ങി സീറ്റുകൾ വിൽക്കുന്നു. കുട്ടിയുടെ കരിയറല്ല, സീറ്റ് ഫില്ലിംഗ് ആണ് പ്രധാന ലക്ഷ്യം. +1+2നോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിംഗ് ആരംഭിക്കുന്നു. സ്കൂൾ പഠനം കഴിഞ്ഞാലും അതോടെ സമ്മർദ്ദം അവസാനിക്കുന്നില്ല. 1 വർഷം, 2 വർഷം നീറ്റ് കോച്ചിംഗ്, അതിനുശേഷം 5 വർഷം MBBS പഠനം. അതോടെ യാത്ര തീരുന്നില്ല, വീണ്ടും 1 വർഷമോ 2 വർഷമോ PG നീറ്റ് കോച്ചിംഗ്, പിന്നെ സ്പെഷ്യലൈസേഷൻ. ഇങ്ങനെ നോക്കുമ്പോൾ 16 വയസ്സിൽ ആരംഭിച്ച സമ്മർദ്ദപൂർണമായ തയ്യാറെടുപ്പ് 30 വയസ്സിനടുത്ത് മാത്രമാണ് ഒരു സ്ഥിരതയിൽ എത്തുന്നത്. ജീവിതത്തിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമമായ വർഷങ്ങൾ മുഴുവൻ ഒരു പരീക്ഷയിൽ നിന്നും മറ്റൊരു പരീക്ഷയിലേക്കുള്ള ഓട്ടത്തിൽ ചിലവഴിക്കുന്നു. ഈ ദീർഘമായ അക്കാദമിക് മാരത്തോണിന് ശേഷം ശാരീരികമായും മാനസികമായും തളർന്നുപോയ, ജീവിതത്തിൽ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് പോലും തിരിച്ചറിയാൻ സമയം കിട്ടാത്ത ഡോക്ടർമാരെ നമുക്ക് ചുറ്റുമുണ്ട്. അവർ പരാജയപ്പെട്ടതല്ല, പക്ഷേ അവരുടെ യുവത്വം ഒരു അവസാനമില്ലാത്ത തയ്യാറെടുപ്പ് ലൂപ്പിൽ ചെലവായി പോയതാണ് യാഥാർത്ഥ്യം. ഇത് വെറും അക്കാദമിക് പ്രശ്നമല്ല, ഇത് മാനസികാരോഗ്യ പ്രശ്നമാണ്. ഈ വർഷങ്ങൾ മറ്റൊരു മേഖലയിൽ സ്കിൽ വികസിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ജീവിതം മറ്റൊരു ദിശയിലേക്ക് പോയേനെ. സൂപ്പർ റിപ്പീറ്റർ എന്ന അവസ്ഥ പല കുടുംബങ്ങളിലും യാഥാർത്ഥ്യമാണ്. 26 വയസ്സാകുമ്പോഴും ഒരു വ്യക്തമായ കരിയർ പാത ഇല്ലാത്ത അവസ്ഥ പലർക്കും ഉണ്ടാകുന്നു. സങ്ക് കോസ്റ്റ് ഫാലസി എന്ന മനോവിജ്ഞാന സിദ്ധാന്തം ഇവിടെ പ്രസക്തമാണ്. ഇതിനകം മുടക്കിയ പണം കാരണം മാത്രം തെറ്റായ തീരുമാനത്തിൽ തുടരാൻ പലരും നിർബന്ധിതരാകുന്നു. നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റിപ്പീറ്റ്, റീറിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ്, മെഗാ റിപ്പീറ്റ് ലൂപ്പുകൾ കുട്ടികളുടെ മാനസികാരോഗ്യം തകർക്കുക മാത്രമല്ല, അവരുടെ ഉൽപ്പാദനക്ഷമമായ വർഷങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. റഷ്യ, ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ കുറഞ്ഞ ഫീസിൽ MBBS പഠിക്കാമെന്ന് പലരും കരുതുന്നു. എന്നാൽ ഇതിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളുണ്ട്. FMGE അല്ലെങ്കിൽ നെക്സ്റ്റ് പരീക്ഷകൾ പാസ്സാകാതെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. കരിയർ ആരംഭിക്കാൻ 8 മുതൽ 9 വർഷം വരെ എടുത്തേക്കാം. 3 വർഷത്തെ വൈകിയ തുടക്കം ഏകദേശം 30 ലക്ഷം രൂപയുടെ വരുമാന നഷ്ടമായി മാറാം. ജിയോപൊളിറ്റിക്കൽ റിസ്കുകളും ലൈസൻസിംഗ് സങ്കീർണതകളും ഈ വഴിയെ കൂടുതൽ അനിശ്ചിതമാക്കുന്നു. 1 കോടി രൂപ നിക്ഷേപം, 5 വർഷം MBBS, 3 വർഷം PG, പിന്നെ സ്പെഷ്യലൈസേഷൻ. 30 വയസ്സിന് ശേഷമാണ് സ്ഥിരത. റിക്കവറി സൈക്കിൾ 15 മുതൽ 18 വർഷം വരെ നീളാം. ഇത് ഒരു ബിസിനസ് നിക്ഷേപമായിരുന്നുവെങ്കിൽ ഇത്രയും നീണ്ട ബ്രേക്ക് ഈവൻ കാലയളവ് നിങ്ങൾ അംഗീകരിക്കുമോ? മെഡിസിൻ ഒരു മഹത്തായ പ്രൊഫഷൻ തന്നെയാണ്. എന്നാൽ സാമ്പത്തിക യാഥാർത്ഥ്യം അവഗണിക്കാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഡിക്കൽ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇത് ഡോക്ടർമാരുടെ തൊഴിലിനെ റീപ്ലേസ് ചെയ്യുമോ എന്ന ആശങ്ക പ്രസക്തമാണ്. ചൈനയിലെ ചില യൂണിവേഴ്സിറ്റികൾ വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹോസ്പിറ്റലുകളിൽ ഡിജിറ്റൽ ഡോക്ടർമാർ രോഗനിർണയ സിമുലേഷൻ നടത്തുന്നു. ഒരു മനുഷ്യ ഡോക്ടർ വർഷങ്ങളായി കാണുന്ന കേസുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പഠിക്കുന്നു. റേഡിയോളജി, പാത്തോളജി മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരെക്കാൾ വേഗത്തിലും കൃത്യതയോടെയും പ്രവർത്തിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രധാനമായും പാറ്റേൺ തിരിച്ചറിയലിലാണ് ശക്തം. ഇമേജ് അടിസ്ഥാനമാക്കിയുള്ള രോഗനിർണയ മേഖലകൾ കൂടുതൽ അപകടത്തിലാകാം. ഡോക്ടറെ റീപ്ലേസ് ചെയ്യുന്നതിനേക്കാൾ ഡോക്ടറെ സഹായിക്കുന്ന ഒരു ടൂൾ ആയി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറും.
എങ്കിലും പ്രൈമറി ഹെൽത്ത് കെയറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡോക്ടർമാർ വരുന്നത് വഴി സാധാരണ ഡോക്ടർമാരുടെ ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയ സർജിക്കൽ റോബോട്ടുകൾ വരാൻ സാധ്യതയുണ്ട്, ഉദാഹരണത്തിന് തല മാറ്റിവയ്ക്കൽ സർജറികൾ പോലുള്ളവ. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ പൂർണ്ണമായി മാറ്റുമോ? സാധ്യത കുറവാണ്. പക്ഷേ റോളിൽ മാറ്റം വരും. ഡയഗ്നോസിസ് എന്നതിൽ നിന്ന് കമ്പാഷനേറ്റ് ഇന്ററാക്ഷൻ എന്നതിലേക്ക് മാറേണ്ടിവരും. ചികിത്സാ ചിലവ് കുറയ്ക്കാനും ഗ്രാമപ്രദേശങ്ങളിൽ പ്രാഥമിക ചികിത്സ വേഗത്തിൽ എത്തിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കും. ഇത് ഡോക്ടർമാരുടെ ഡിമാൻഡിലും സാലറി സ്കെയിലിലും കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ MBBS കരിക്കുലം ഈ സാങ്കേതിക വിപ്ലവത്തെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നില്ല. എമ്പതി, കമ്മ്യൂണിക്കേഷൻ, രോഗിയുമായി വിശ്വാസബന്ധം ഇവയാണ് ഭാവിയിൽ ഡോക്ടറുടെ യഥാർത്ഥ മൂലധനം. 1 കോടി രൂപ നിക്ഷേപിക്കുന്നതിന് മുമ്പ് റിസർച്ച് ചെയ്യുക. ആ മേഖലയിലുള്ളവരുമായി സംസാരിക്കുക. യഥാർത്ഥ ശമ്പള ഡാറ്റ പരിശോധിക്കുക. കോഴ്സ് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ഒരേ തൊഴിൽ സുരക്ഷിതത്വമോ ശമ്പളമോ ലഭിക്കുന്നില്ല എന്നത് നാം ഗൗരവത്തോടെ കാണേണ്ട യാഥാർത്ഥ്യമാണ്. സ്കോപ്പ് ഒരു കോഴ്സിന്റെ പേരല്ല, നിങ്ങൾ ലോകത്തിന് നൽകുന്ന മൂല്യമാണ് സ്കോപ്പ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലിറ്ററസി, ഡാറ്റ ബോധം, ക്രോസ് ഡിസിപ്ലിനറി ചിന്ത, അഡാപ്റ്റബിലിറ്റി ഇവയാണ് ഭാവിയിലെ സുരക്ഷ. ഒരു ഡിഗ്രിക്ക് ഇനി ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സ്കില്ലുകൾക്ക് മാത്രമാണ് സ്ഥിരമായ മൂല്യം. ഇന്ന് അക്കാദമിക് മാർക്കുകൾക്ക് പുറമെയുള്ള സോഫ്റ്റ് സ്കില്ലുകൾ തന്ത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നു. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരോഗ്യരംഗത്തെ മാറ്റുന്നു. മാതാപിതാക്കൾ വെറും പണം നൽകുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ മാത്രമാകരുത്, മറിച്ച് വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന ഗവേഷകർ കൂടിയാവണം. 18 വയസ്സിൽ കരിയർ ലോക്ക് ചെയ്യുന്നതിന് മുൻപ് ഇന്റേൺഷിപ്പുകളിലൂടെയും വർക്ക്ഷോപ്പുകളിലൂടെയും വിവിധ മേഖലകൾ പരിചയപ്പെടാൻ കുട്ടികൾക്ക് സമയം നൽകുക. 80 വയസ്സിൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞുനോക്കുമ്പോൾ മറ്റൊരാൾ എഴുതിത്തന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് ജീവിച്ചു എന്ന പശ്ചാത്താപം ഉണ്ടാകാതിരിക്കാൻ ഇന്നത്തെ തീരുമാനങ്ങളിൽ യുക്തി കലർത്തുക. ഈ വിശകലനം മെഡിക്കൽ മോഹങ്ങളെ നിരുത്സാഹപ്പെടുത്താനല്ല, മറിച്ച് പ്രവചനാതീതമായ ഈ കാലഘട്ടത്തിൽ യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കാനാണ്. നമ്മൾ കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ് വരാനിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ കരിയർ ഡിസിഷൻ പോയ സ്ക്രിപ്റ്റ് അനുസരിച്ചാണോ, അതോ വരാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ? ചിന്തിക്കുക. ഇറാഷണൽ ആയ തീരുമാനങ്ങളെക്കാൾ പ്രായോഗികമായ ചിന്തകൾക്ക് മുൻഗണന നൽകണം. ഓരോ വിദ്യാർത്ഥിയും മാതാപിതാക്കളും സ്വന്തം കഴിവിനെയും സാമ്പത്തിക സാഹചര്യങ്ങളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാവൂ. ശരിയായ സമയത്തുള്ള ഗൈഡൻസും റിസ്ക് തിരിച്ചറിഞ്ഞുള്ള ആസൂത്രണവും സുസ്ഥിരമായ ഒരു ഭാവിക്ക് അനിവാര്യമാണ്. ഒരു ഡിഗ്രി ഇനി സുരക്ഷാ കവചമല്ല, നിങ്ങളുടെ അഡാപ്റ്റബിലിറ്റിയാണ് യഥാർത്ഥ ഇൻഷുറൻസ്. തീരുമാനം നിങ്ങളുടേതാണ്.